വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ റാഗിങ്ങിനിരയായി മരണപ്പെട്ടിട്ട് ഇന്ന് 1 വർഷം തികയുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പുത്തൻപുലരിയിൽ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളും അമ്മാവനും ചേരുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന ആ ഓർമ്മകൾ അതവർ പങ്കുവയ്ക്കുന്നു. സത്യത്തിൽ അത് നമുക്ക് എങ്ങനെയാണ് മറക്കാനാവുക? റാഗിങ് പണ്ട് മുതലേ കേരളത്തിലെ കോളേജുകളിലുണ്ട്. പക്ഷേ പുതിയ കാലത്തും അതൊക്കെ തുടരാൻ അനുവദിക്കുന്ന വിധത്തിൽ സർക്കാരുകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെയും കണ്ണടയ്ക്കുമ്പോഴാണ് അതിൻ്റെ വേദന കൂടുന്നത്. എന്തുകൊണ്ടാണ് ഈ പുതിയ കാലത്തും കേരളത്തിൽ റാഗിങ്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ, അമ്മാവൻ ഒപ്പം ശരിയാണ്. കൃഷ്ണരാജ്, ഈ വിഷയം ആദ്യമായിട്ട്, അതായത് സിദ്ധാർത്ഥൻ ക്രൂരമായ റാഗ് ചെയ്യപ്പെട്ട വിഷയം ആദ്യമായി ജനം TV ആണ് അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ഷിബുവിൻ്റെ ഒരു സുഹൃത്ത് എന്നെയാണ് ആദ്യം ബന്ധപ്പെടുന്നത്. ഇങ്ങനെയൊരു വിഷയം നടന്നിട്ടുണ്ട്. അവർ പല മാധ്യമങ്ങളെയും സമീപിച്ചു. പക്ഷേ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ഇടപെടലുണ്ടാകുന്നില്ല. ഇതൊന്ന് ടേക്കപ്പ് ചെയ്യണം, ഞങ്ങൾ സംശയിക്കുന്നു സിദ്ധാർത്ഥൻ കൊല ചെയ്യപ്പെട്ടതാണ് എന്ന്. സിദ്ധാർത്ഥനെ ദിവസങ്ങളോളം ഇവരുടെ കസ്റ്റഡിയിൽ വെച്ച്, അതായത് SFI നേതാക്കന്മാരുടെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ച് കൊന്നതാണ് എന്ന സംശയം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിന് ജനം TV മുൻകൈ എടുക്കണമെന്നൊരു അഭ്യർത്ഥന ഷിബുവിൽ നിന്ന്, ഷിബുവിൻ്റെ സുഹൃത്ത് വഴി അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ തിരുവനന്തപുരം ബ്യൂറോയിലുള്ള ശാലിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. ഞങ്ങൾ വഴിയാണ് ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. എന്തായാലും ഷിബു ചേരുന്നുണ്ട്. ഷിബു, ഗുഡ് മോർണിംഗ്. സിദ്ധാർത്ഥൻ്റെ സ്മൃതി ദിനം ആണ് ഇന്ന്. 1 വർഷം പൂർത്തിയാവുകയാണ്. അറിയാം, ആ വേദനയിലാണ് ഇന്ന് എന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ എങ്കിലും നമ്മൾ ഇന്നൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ഷിബു. അതായത് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറിയിട്ടും, പൂക്കോട് ക്യാമ്പസിൽ അവിടെ ഹോസ്റ്റൽ മുറിയിൽ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിട്ടും വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കോളേജ് ഓഫ് നഴ്സിംഗിൽ സമാനമായിട്ടുള്ളൊരു സംഭവം നടന്നു. കൃഷ്ണരാജ്, അതായത് സിദ്ധാർത്ഥൻ പീഡിപ്പിക്കപ്പെടുന്നു. സിദ്ധാർത്ഥൻ്റെ അമ്മയ്ക്ക് സിദ്ധാർത്ഥനുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ്റെ സുഹൃത്ത് അക്ഷയ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് സംശയമുണ്ട്, എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ മനഃപൂർവ്വം ഒളിച്ചു വെക്കുകയാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. ഒരു പക്ഷേ സിദ്ധാർത്ഥൻ്റെ കുടുംബം അന്ന് പൂക്കോട് പോയിരുന്നെങ്കിൽ, ആ സംശയത്തിൻ്റെ പുറത്ത് പോയിരുന്നെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇവിടെ ആ കുട്ടി, കോട്ടയത്ത് സംഭവിച്ചത്, ആ കുട്ടി അച്ഛനോട് പറയുന്നു, അല്ലേ, സ്ഥിരം പൈസ ചോദിക്കുകയാണല്ലോ, 800 രൂപ വെച്ച് ചോദിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞു, രക്ഷിതാക്കൾ അറിഞ്ഞു, അവർ കൃത്യസമയത്ത് ഇടപെട്ടു. അതുകൊണ്ട് 5 പേരുടെ ജീവൻ രക്ഷിക്കാനായി എന്നുള്ളതാണ്. ഷിബു, അന്ന് അങ്ങനെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലേക്ക് പോയിരുന്നെങ്കിൽ, പൂക്കോട് പോയിരുന്നെങ്കിൽ, അല്ലേ, സിദ്ധാർത്ഥൻ ഇന്ന് ജീവിക്കുമായിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എങ്കിലും അറിയേണ്ടത്, റാഗിങ് ഇപ്പോഴും തുടരുകയാണ് കേരളത്തിലെ കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ പോലും. മിഹിർ എന്ന ഒരു വിദ്യാർത്ഥി കൊച്ചിയിൽ മിഹിർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ 26ാമത്തെ നിലയിൽ നിന്നാണ് താഴേക്ക് ചാടിയത്. വിദ്യാലയങ്ങളിൽ പോലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ അധികൃതർ ഇപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ ഇടപെടുന്നു എന്നല്ലാതെ ഇത് അവസാനിപ്പിക്കാൻ, എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നില്ലല്ലോ. എങ്ങനെ നോക്കിക്കാണുന്നു സിദ്ധാർത്ഥൻ്റെ ഈ സ്മൃതി ദിനത്തിൽ ഈ വിഷയത്തെ ഗൗരവത്തോടെ സമീപിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത്. ഷിബു, ഇന്നത്തെ ദിവസം എന്താണ് ഷിബുവിന് പറയാനുള്ളത്? സാർ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇടപെടൽ നടത്തി നമ്മൾ അത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ അവിടെ ഒരു കാര്യം, സിദ്ധാർത്ഥൻ സംസാരിക്കുമ്പോൾ ലിമിറ്റഡ് വേർഡ്സ് ആയിരുന്നു. അത് ഞങ്ങൾക്കത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു. അക്ഷയിന്, പ്രത്യേകിച്ച് അക്ഷയിന്, അവൻ സിദ്ധാർത്ഥൻ സംസാരിക്കുന്നതിൽ വളരെ സംശയം തോന്നിക്കത്തക്ക രീതിയിലൊന്നും നമുക്കന്ന് ലഭിച്ചിരുന്നില്ല. സാധാരണ ടോക്കിൽ ഞാൻ കിടക്കുന്നു, കുഴപ്പമില്ല, പിന്നെ വിളിക്കാം. അപ്പോൾ അക്ഷയ്, ഞങ്ങൾ ഇത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ അന്ന് ഇത് സ്പോർട്സ് ഡേ ആണ്, എന്തെങ്കിലും പ്രശ്നം ഇതുണ്ടോ, ക്ഷീണമുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും. പക്ഷേ ഈ സമയത്തെല്ലാം അക്ഷയ് ഇവനെ കിട്ടാതെ വരുമ്പോൾ അക്ഷയ് വിളിക്കുമ്പോൾ അക്ഷയ് പറയാണ്, അയ്യോ ഒന്നുമില്ല, നമ്മളെല്ലാവരും ഇന്ന് കിടക്കുകയാണ്, നമ്മളെല്ലാവരും കിടക്കുകയാണ്, ആരും എണീറ്റിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് അവൻ ഈ ഫോൺ വെച്ച് നമ്മളെ
കൃത്യമായി ബ്രെയിൻ വാഷ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. എന്ന് വെച്ചാൽ ഒരു പൊടിക്ക് പോലും സംശയം ഞങ്ങളിൽ ഉണ്ടാക്കാത്ത രീതിയിൽ, ആ രീതിയിൽ അവൻ്റെ ഒരു ചെറിയൊരു സംശയം, സാർ നേരത്തെ പറഞ്ഞത് ശരിയാണ്, കുറച്ച് നമുക്കൊരു ആശങ്ക വരുന്നൊരു സംശയം വന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് പോകാൻ സുഖമായിട്ട്, സത്യത്തിൽ സാർ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ചിലപ്പോൾ ആ ഹോസ്റ്റൽ റൂമിലോട്ട് ഞങ്ങൾക്ക് എത്രത്തോളം കയറി ചെല്ലാൻ കഴിയുമെന്നറിയില്ല. കാരണം അത്രയ്ക്ക് ഒരു താലിബാൻ പോലത്തെ ഒരു ഗുണ്ടായുസമാണ് അതിനകത്ത് കണ്ടത്, നമുക്കറിയാം. അതിനകത്ത് ഞങ്ങൾ കയറിയാൽ ഞങ്ങളെപ്പോലുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെയും അവരെ ഉപദ്രവിക്കുമായിരുന്നു. അത് ശരിയാണ്. എന്നിരുന്നാലും പരിക്കുകളോടെങ്കിലും അവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അത് കൃത്യമായി അവരുടെ ഒരു പ്ലാൻഡ് മർഡർ ആയതുകൊണ്ട് അവരതെല്ലാം കരുതിക്കൂട്ടിയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കത് ആ ഒരു അവസരം ലഭിക്കാതെ പോയി. പിന്നെ കലാലയ രാഷ്ട്രീയം ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നു. സിദ്ധാർത്ഥൻ്റെ കേസിൽ ഞങ്ങൾ വളരെ, സാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ട് സാറിനെയാണ് കണ്ടത്, എൻ്റെ സുഹൃത്താണ്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും ബന്ധുവാണ് ബിനുവാണ് സാറിനെ കണ്ട് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. ഉടനെ തന്നെ സാർ കുറച്ച് കഴിയും മുന്നേ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ശാലിനി മാഡം ഇവിടെ എത്തുകയും ചെയ്തു. ഞങ്ങളെന്ന് ബൈറ്റ് എടുത്തു, തുടക്കം കുറിച്ചു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് മറ്റുള്ള മാധ്യമങ്ങളെ ഏറ്റെടുത്തത്. അപ്പം എന്തായാലും ജനം തന്നെയാണ് ആദ്യമായി സാറാണ് അവരെ ശാലിനി മാഡത്തിന് വിട്ടത്. അപ്പം ഇത്തരത്തിൽ ഞങ്ങൾ ഇടപെടലുകൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് ആ ഒരു സംഭവം അന്ന് വെളിയിൽ വന്നത്. അപ്പം ക്രൂരമായ മർദ്ദനങ്ങൾ കഴിഞ്ഞു, സിദ്ധാർത്ഥൻ മരണപ്പെടുന്നു, ഞങ്ങൾ അവിടെ ചെല്ലുന്നു. സാധാരണ ആ സമയം മുതൽ ഡീൻ നാരായണൻ തൊട്ട് പോലീസ് ഓഫീസറായ മണി വരെ, SI മണി വരെ പറയുന്നു ഇതൊരു സാധാരണ ആത്മഹത്യയാണ്, ഒരു പ്രേമ നൈരാശ്യത്തിലുണ്ടായ ആത്മഹത്യയാണ്, വേറെ ഒന്നും സംശയിക്കത്തക്കതില്ല എന്ന് പറഞ്ഞു വിടുന്നു. ഈ പ്രതികളായ കുട്ടികൾ, ഈ ക്രിമിനലുകൾ SFIയുടെ നേതാക്കൾ തന്നെയാണ്, ഭാരവാഹികൾ തന്നെയാണ്, ചെയർമാനും വൈസ് പ്രസിഡന്റും ഇവരായ 5 പേരും ആ സ്ഥലത്ത് നമ്മളോടൊപ്പം ഉണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന താങ്കൾ കേട്ട് കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സിദ്ധാർത്ഥൻ്റെ ഈ മരണത്തിന് പിന്നിൽ SFI അല്ല, SFI നേതാക്കൾക്ക് പങ്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് MV ഗോവിന്ദൻ. അതിൽ എന്താണ് അത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാർ. കേരളത്തിലുള്ളവർ അരിയാഹാരമല്ലേ കഴിക്കുന്നത്. ഈ SFIയുടെ ഇവരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവർ സംസാരിക്കുന്നതല്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ തന്നെ ഇവരെല്ലാവരും പ്ലാൻ ചെയ്തു ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുവെച്ചാൽ അവർ സേഫായി ഇത് ആത്മഹത്യയാണെന്ന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും മാധ്യമങ്ങളിൽ കൂടെയും ആ കോളേജിൽ നിന്നും അറിയാൻ പറ്റിയ വിവരങ്ങൾ വെച്ച് ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രത്തോളം ഈ കേസ് നമുക്ക് ഇതുവരെയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഇതൊരു സാധാരണ ആത്മഹത്യയാക്കി ഇവർ മാറ്റിയനായിരുന്നു. ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പോലും ഇവർക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല. അവർ സാധാരണ രീതിയിലായതുകൊണ്ട് വലിയ രീതിയിൽ ഇടപെട്ടില്ല. അതുകൊണ്ട് ആ ഡോക്ടറും നല്ല മനുഷ്യനായതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ എത്താൻ പറ്റിയത്. അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം മുതൽ ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു മരണം കോളേജിൽ സംഭവിച്ചപ്പോൾ ആ കൃത്യമായ ഇടപെടലുകൾ കോളേജ് അധികൃതരിൽ നിന്ന്, ഡീനിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം അവിടെ എന്ത് ചെയ്തു, ഉടനെ തന്നെ കൃത്യമായി പോലീസിൽ വെച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി ഇടപെടൽ നടത്തി. ആ ഗോൾഡൻ അവേഴ്സ് അറിയാമല്ലോ സാർ, പോലീസിൻ്റെ ഗോൾഡൻ അവർ, ഈ ഗോൾഡൻ അവർ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് എവിടെ എത്തുമെന്ന് നമുക്ക് വിചാരിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു കാര്യവും, സിദ്ധാർത്ഥൻ്റെ പേഴ്സണൽ തിങ്സ്, അവൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണ്ണടയാണ്. ആ കണ്ണട എവിടെ പോയി ഇതുവരെയും തെളിവില്ല. അവൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ ആ സമയത്ത് ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ അവൻ ഹാങ് ചെയ്യാൻ ഉപയോഗിച്ച സാധനം ഇന്നുവരെയും കിട്ടിയിട്ടില്ല. അപ്പം ഇതൊന്നും ചെയ്യാതെ നാരായണൻ്റെ നേതൃത്വത്തിൽ ആ കോളേജ് ഹോസ്റ്റൽ കഴിവ് വൃത്തിയാക്കുകയും ശുചിമുറി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസിലോ ഹോസ്പിറ്റലിലോ എത്തിച്ചത്. അപ്പം അവിടെ നിന്നൊക്കെ ഞങ്ങൾക്കറിയാം ആദ്യം മുതൽ തന്നെ ഇടപെടലുകൾ നടത്തി. അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന നേതാവായ ആർഷയും 3 ദിവസത്തോളം അവിടെ ക്യാമ്പ് ചെയ്തു. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടികൾക്ക് ആത്മബലം കൊടുക്കാൻ പോയെന്നാണ്. അപ്പം കൃത്യമായ പ്ലാൻഡ് ആണിത്. ഇത് പ്ലാൻ ചെയ്തു. SFIയുടെ നേതൃത്വത്തിലല്ല എന്ന് സാറിൻ്റെ അടുത്ത് നേരത്തെ ഗോവിന്ദൻ പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇതൊരു ആ സമയത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റിൽ ഉണ്ടായ ഒരു മരണമല്ല, നമുക്ക് ഉറപ്പാണ്. കാരണം സിദ്ധാർത്ഥനെ 8 മാസത്തോളം SFIയുടെ ഈ ഭാരവാഹികൾ നേതാക്കൾ
ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ റാഗ് ചെയ്തിരിക്കുന്നു. ഒരു പോലീസിന്റെ ഒരു ഗുണ്ടയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ രാവിലെയും വൈകുന്നേരവും SFIയുടെ ചെയർമാന്റെ റൂമിൽ ചെന്ന് ഒപ്പിടണം. അവൻ്റെ ബർത്ത്ഡേക്ക് തൂണിൽ കെട്ടിവെച്ച് വിവസ്ത്രനാക്കി കാലിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ പോകുന്നു. 350ഓളം മദ്യക്കുപ്പികൾ അടുക്കി വയ്പ്പിക്കുന്നു. അവന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അവൻ്റെ ഡ്രസ്സിലൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇപ്പോഴാണ് ആലോചിക്കുന്നത്, ഈ സംഭവത്തിന് ശേഷമാണ് ആലോചിക്കുന്നത്. വീട്ടിൽ വരുമ്പോഴൊക്കെ അവന് ഇഷ്ടം പോലെ നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവൻ ഇട്ടുകൊണ്ട് വരുന്നത് വളരെ മോശമായ ഡ്രസ്സുകളാണ്. ഞങ്ങൾ അവിടെ അവൻ്റെ ബിലോങ്സ് എടുക്കാൻ പോയപ്പോൾ അവൻ്റെ അത്തരത്തിലുള്ള ഒരു ഡ്രസ്സും കാണാനില്ല. ഷിബു, അതെല്ലാ ക്യാമ്പസുകളിലും എല്ലാ ഹോസ്റ്റലുകളിലും, അതായത് SFIക്ക് അപ്രമാദിത്വമുള്ള എല്ലാ ക്യാമ്പസുകളിലും എല്ലാ ഹോസ്റ്റലുകളിലും അങ്ങനെയാണ്. നല്ല വസ്ത്രങ്ങൾ അവർ അടിച്ചു മാറ്റും. ഇവർ ഈ ക്രൂരത കാണിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള മോഷണമുണ്ട്, അടിച്ചു മാറ്റൽ, ഇതൊക്കെയുണ്ട്. ഇതാണ് SFIയുടെ മുഖമുദ്ര, ഇതാണ്. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കൈയൊഴിയുകയും ചെയ്യും. അതെങ്ങനെയല്ല കണ്ടുപഠിക്കുകയല്ലേ? TPA കൊന്നുവന്ന് ഇനിയും സമ്മതിച്ചിട്ടുണ്ട്. വേണമല്ലോ, എന്തായാലും ജൂനിയർ കുറേ ഗുണ്ടകളെ വാർത്തെടുക്കണമല്ലോ. അതാണല്ലോ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ഇത്തരക്കാർ വേണമല്ലോ. എന്നിട്ട് പോലും ഇവർക്ക് തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു മാനസാന്തരം പോലും ഇല്ല എന്നുള്ളതാണ്. അതിങ്ങനെ തുടരുകയാണ്.